അതെല്ലാം മേടിച്ചിട്ടുണ്ട് വന്ന് പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്ക് അവിടെയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണിക്കാം അല്ലേ? വയനാട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? അല്ലേ പൊന്നുസ് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായേ. എന്നിട്ട് വയനാട്ടിൽ പോകുന്നതിന്റെ നല്ല ഹാപ്പിനെസ്സിൽ ഇരിക്കും അല്ലേ? നോക്കാമല്ലോ നമുക്ക്. പൊന്നുസ് നമ്മളങ്ങനെ യാത്ര എവിടെ എത്തിടി? നമ്മളിപ്പോ വയനാട്ടിലെത്തി. ഇപ്പൊ നമ്മള് റിസോർട്ടിലേക്ക് പോവാ. നമ്മളങ്ങനെ റിസോർട്ടിലോട്ട് എത്തുകയാണ്. നമ്മുടെ റിസോർട്ട് കണ്ടുപിടിച്ചു. നമ്മൾ ഇച്ചിരി ഒന്ന് ഇതായല്ലേ, ഗുളുമാവ് നമുക്ക് ചെറിയൊരു പണിയൊക്കെ തന്നു. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്, ലിത്താൻസ റിസോർട്ട്. നോക്കാം അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഫൈനൽ എവിടെ എത്തി? നമ്മുടെ റിസോർട്ടിലെത്തി. ഫൈനൽ ഞങ്ങള് നമ്മുടെ റിസോർട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. വയനാട്ടിലോട്ട് നമ്മുടെ റിസോർട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ റിസോർട്ടിൽ നല്ല അടിപൊളി റിസോർട്ട് കേട്ടോ. നമ്മളെ കാഴ്ചകൾ കാണിച്ചു തരാവേ. സൂപ്പർ അല്ലേ പൊന്നസ്? എങ്ങനെ ഉണ്ടടി? സൂപ്പർ ആംബിയൻസ് ആണ് പൊന്നസ് പറയാം. നമുക്ക് ആ കാഴ്ചകൾ കാണിച്ചു തരാവേ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഇത് കേട്ടോ നമ്മുടെ എൻട്രൻസ് ആണ് ഇത്. നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഏത്? ഇവിടെ ചെറിയ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് പാർക്കൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എ ടൈപ്പ് ഉള്ളൊരു 3 കോട്ട ഇതുണ്ടല്ലേ, 3 വില്ലയുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. പിന്നെ തൊട്ട് പുറകെ കാണുന്നത് ഫോറസ്റ്റാണ്. മുത്തങ്ങ ഫോറസ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. മുത്തങ്ങ ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഒരു സൈഡിലാണ് ഈ റിസോർട്ട് ഉള്ളത്. സ്വിമ്മിംഗ് പൂള് ഏത്? സ്വിമ്മിംഗ് പൂൾ കാണിച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. നല്ല വലിയൊരു സ്വിമ്മിംഗ് പൂളല്ല, എന്നാൽ ചെറുതാണ്. പക്ഷെ എന്നാൽ രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഒക്കെ ആക്കി. നല്ല പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. ലിത്താൻസ റിസോർട്ട്. നല്ല പ്രൈവസി ഒക്കെ ഉണ്ട്. നല്ലൊരു കൊച്ചു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. കപ്പിൾസിനും ഫാമിലിക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ ഇത്. പൊന്നസിന് ഇത്രേ പറ്റുള്ളൂ. അല്ല അങ്ങോട്ട് ഇറങ്ങാം, പൊന്നസിന് ഇറങ്ങാതിരിക്കും. ഭാഷ നമുക്ക് നമ്മുടെ റൂം കാണിച്ചു കൊടുക്കാം. ഇതാണ് ഇത്. ഇവിടെ ഒരു കിച്ചണൊക്കെയാണ് കേട്ടോ. ഇത് കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ ഇവർ തന്നെ ആക്കി തരും. നമ്മൾ ഓർഡർ കൊടുത്തേക്കുന്നതാണ് തലശ്ശേരി ബിരിയാണി. ഇന്ന് ഞങ്ങൾ ഇന്ന് നമ്മൾ തലശ്ശേരി ബിരിയാണി ബാർബിക്യൂ നമ്മൾ ഓർഡർ കൊടുത്തേക്കുന്നത്. നമുക്ക് നമ്മുടെ റൂം കാണിച്ചു കൊടുക്കാം അല്ലേ? നല്ല അടിപൊളി ആംബിയൻസാണ് അല്ലേ? നല്ല രസമുണ്ട്. സിമ്പിളാണ്, ഹമ്പിളാണ് അല്ലേ? പ്രൈവസി നല്ലോണമുണ്ട്. ഇപ്പോൾ ഒരു 3 ഫാമിലിയൊക്കെ ആണെങ്കിൽ അവർ മാത്രമേ കാണുള്ളൂ. ഇത് കാരണം 3 കോട്ടേജ് ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ പറഞ്ഞാൽ അവിടെ അതിൻ്റെ മുകളിലുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു കോട്ടേജും കൂടെ അതിൻ്റെ മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഈ മോഡലുള്ളൊരു 3 കോട്ടേജ് മാത്രമേ ഇവിടെ ഉള്ളൂ. എ ടൈപ്പ് എ ഫ്രെയിം എന്നാണ് പറയുന്നത് ഞാൻ. എ ഫ്രെയിം വില്ല. നമുക്ക് ഈ റൂം കാണിച്ചു തരാവേ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടി 2 ചെയറും ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വില്ല അല്ലേ? രസമുണ്ട്. ഫുള്ള് വുഡിലാണ്. ഒരു നീറ്റായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണല്ലേ? ഫാനൊന്നും വേണമെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാന്ന് പറഞ്ഞ കേട്ടോ. കാരണം ഫോറസ്റ്റാണ് തൊട്ട് പുറകിൽ. ടോയ്ലറ്റ് ചെറിയൊരു ടോയ്ലറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടോയ്ലറ്റും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഇതേപോലത്തെ നമ്മളിപ്പോൾ കയറിയ കൂട്ട് വില്ലകൾ തന്നെയാണ് കേട്ടോ. ഇതും എ ടൈപ്പ് വില്ലകളാണ്. രസമുണ്ട് കേട്ടോ.
ഇത് ഫോറസ്റ്റാണ്. ഈ പുറകിലോട്ട് കാണുന്നത് ഫോറസ്റ്റാണ്. അതിൻ്റെ നടുക്കായിട്ടാണ് ഈ വില്ല വന്നേക്കുന്നത്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. പിള്ളേർക്ക് അത്യാവശ്യം എൻജോയ് ഒക്കെ ചെയ്യാം. എന്താ പിള്ളേർക്ക് എൻജോയ് ഒക്കെ ചെയ്യാം. പൊന്നൂസ് ഇവിടെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. ആട്ടിത്തരാം, വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ആട്ടിത്തരാം കേട്ടോ. പിന്നെ നമുക്ക് രാത്രിയിൽ ബാർബിക്യൂ ചെയ്യാനൊക്കെ ആണെങ്കിലും ഇവിടെ സൗകര്യങ്ങളുണ്ട്. ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബാർബിക്യൂ അവർ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അവരൊക്കെ ചെയ്തു തരും, നമുക്കും ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ടോട്ടലി നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു വില്ലയാണ് കേട്ടോ. രസമുണ്ട്. ആശ വന്നിരുന്ന പാടെ ഊഞ്ഞാലാടുന്നുണ്ടേ. പൊട്ടിപ്പോ കയറ് പൊട്ടി താഴോട്ട് വീഴുമോ? ഏയ് ഇത് വടം വടം. വടവാ. എനിക്ക് നിന്നാടാ അറിയാം. തലകുത്തി വന്നു. അയ്യോ വനസാജോടെ പോവാ, സ്വിമ്മ് ചെയ്യാൻ പോവാ. അയ്യ വന സ്വിമ്മ് ചെയ്യാൻ വേണ്ടി പോവാണേ. അടിപൊളി. ആശേ ചാടിക്കോ. നീന്തലെല്ലാം അറിയാവോ? നീന്തൽ അറിയത്തില്ല, മുങ്ങി ചാവോ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ. എവിടെ? അവിടെ ഇറങ്ങാൻ നിൽക്കി. അവിടെ ഇറങ്ങി ചെരുപ്പൂരി വെച്ചിട്ട് ഇറങ്ങ. പൊന്നൂസ് നീന്തലൊക്കെ പഠിച്ചു. ഞങ്ങളെ നീന്തി കാണിക്കാന്നാണ് പറയുന്നത്. നോക്കട്ടെ നിനക്ക് നീന്താൻ അറിയാവുന്നു. പൊന്നൂസിൻ്റെ ഉടുപ്പിനും വെള്ളത്തിനും ഒരേ കളറാണല്ലോ. ഇറങ്ങ, നീ ഇറങ്ങ, അത് കുഴപ്പമൊന്നുമില്ല. ആ ഇറങ്ങ, കോൾഡൊക്കെ കാണും. ഇത് വനത്തിനുള്ളിലുള്ളതല്ലേ. ഇറങ്ങടി. ഇങ്ങനെയാണോ നിങ്ങൾ നീന്താൻ പോയിട്ട് പഠിക്കുന്നത്? ഞങ്ങളുടെ കാശ് മൊത്തം പോയോ? ഇങ്ങനെ വെള്ളത്തിൽ എവിടെ പോയി നിൽക്കുവാണോ കോൾഡാന്ന് പറഞ്ഞേ? ഇവിടെ ഈ കോൾഡാണെങ്കിൽ യു കെയിൽ ഇടുന്ന കോൾഡായിരിക്കും. ഓ എന്നാന്ന് പറഞ്ഞാലും ഇങ്ങനെ നിൽക്കുവാണോ അവിടെ പോയി ചെയ്യുന്നേ? നടുവിന് കൈയും കൊടുത്ത് നീന്തേ. പേടി മാറി വെള്ളത്തിനോടുള്ള അതേ ഉള്ളൊരു ഗുണം. പൂർണ്ണമായ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആശ ഇതാണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. എന്താവും നമുക്ക് കണ്ടറിയാം. പിന്നെ കരക്കരിക്കാനാണോ വന്നേ? സ്വിമ്മിംഗ് പൂള് വേണമെന്നും പറഞ്ഞത് കരക്കരിക്കാൻ തണുപ്പ് കാണും. പിന്നെ ഇറങ്ങ. ഇറങ്ങണേ ഒറ്റ നീന്ത് നീന്ത്. ശരിക്കും വീഡിയോ ആടെ പയ്യ ഇറങ്ങ, അപ്പൊ അറിയാം. മുങ്ങിട്ട് പൊങ്ങുന്നില്ലെങ്കിൽ നല്ല ആഴമുണ്ട്. ഫൈനലി അതല്ലേ പറഞ്ഞേ. ചൂടത്ത് കുളിക്കണമായിരിക്കും. നിനക്ക് നീന്താ അറിയാമോ? ഓ ഇത് ഇത്ര ഉള്ളു വെള്ളം. ആണോ? അയ്യോ എന്നാ ഞാനും കൂടെ. അവിടെ അത്രേ ഉള്ളോ? അവിടെ എത്ര ഉള്ളോ? ഓ അപ്പൊ എനിക്ക് കറക്റ്റ് അല്ലേ? പൊന്നൂസിന് മുങ്ങും. പൊന്നു ഇവിടെ നിന്നാ മതി. അവിടെയോ? അവിടെ നീന്താൻ പോലും പറ്റത്തില്ല. ഇത് നിങ്ങൾ കാലും കൊണ്ട് തുഴഞ്ഞു വരുന്നല്ലേ അല്ലേ? എനിക്ക് ഫ്ലോട്ട് ചെയ്യാൻ അറിയാം. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ എനിക്കറിയാം പാപ്പൻ.
ആണോ അന്ന് അങ്ങോട്ട് വാ ഞാൻ തണുപ്പാക്കി തരുന്നു. മോളെ വെള്ളം, മോളെ വെള്ളം പൊന്നാ. നീ ഇറങ്ങണേ അങ്ങോട്ട് വെള്ളം മൂന്നുമില്ല. തവളച്ചാട്ടോ തവളച്ചാട്ടോ തവളച്ചാട്ടാണോ? പേടിച്ചു പോയോ? നീന്ത് തവള വാക്കിയോ? ശരി പൊന്നൂസ് അത്രേ ഉള്ളല്ലേ? അങ്ങോട്ട് പോക്കോ. പൊന്നൂസ് അത്രേ ഉള്ളല്ലോ വെള്ളം. നീയാണ് അവിടെ സ്വിമ്മിങ്ങിന് പൈസ കൊടുത്ത് നീന്താൻ പഠിക്കാൻ പോയെ. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോടി. അങ്ങോട്ട് നീങ്ങടി പൊന്നൂസേ. ആ കുറച്ചെന്തൊക്കെയാ പഠിച്ചു. കുറച്ച് അങ്ങോട്ട് നീടത്തി നീന്തിക്ക്. കുറച്ചങ്ങോട്ട് നീടത്തി നീന്ത്. നീന്ത് നീന്ത് നീന്തര അങ്ങോട്ട് നീന്ത്. മൂക്കടച്ച് പിടിച്ച് ഇങ്ങനെ നീന്തുന്നത്. പിന്നെ ഇറങ്ങ പൊന്നൂസേ. ആ ആ ഇറങ്ങ. ഞങ്ങൾ നീന്തി കാണിച്ചേ നീന്താ അറിയാൻ നോക്കണല്ലോ. ഇല്ലടാ അത് തന്നെ ഒറ്റ ഒരേ ഇതേ ഉള്ളൂ. ആ പൊങ്ങൊന്നുമില്ല. ആ ഞാൻ ഇവിടെ നീന്തുന്ന കാണിക്കട്ടെ. ആ പോട്ടെ 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 പോട്ടെ. കുറച്ചങ്ങോട്ട് നീ പേടിക്കുന്നേ. അങ്ങോട്ട് നീങ്ങോട്ട് നീന്ത്. മുങ്ങൊന്നുമില്ല, ഒരേപോലെയാ. നീന്തിക്കേ. ആ ഞാൻ വരുമോ? നിങ്ങൾ നീന്ത് നീന്ത് നീന്തടി. ഇവിടെ നടക്കുവോ? ആ പോട്ടെ പോട്ടെ. പോരാ പോരാ. ആ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. ഗെയിമിനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്. ഗെയിംസൊക്കെ കളിക്കാം നമുക്ക്. ക്യാരംസ്, ഷട്ടിൽ, പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ലപോലെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ ഇത്. ഇവിടെയുള്ള 3 A-frame വില്ലകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു 10 പേർക്കൊക്കെ ഉണ്ടെങ്കിൽ ചൈൽഡ് ഉൾപ്പെടെ ഒരു 10 പേർക്കൊക്കെ വന്ന് റൂം എടുക്കാം. കുഴപ്പമൊന്നുമില്ല, നല്ല റിസോർട്ടാണ്. റിസോർട്ട് എങ്ങനെയുണ്ട് പൊന്നൂസേ? സൂപ്പർ
സൂപ്പറല്ലേ? തീ കായോ തണുപ്പായിട്ട് തീ കായോ കേട്ടോ. യുകെയിലെ തണുപ്പുണ്ടാവും. എനിക്ക് തണുപ്പൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയിട്ട് ഭയങ്കര തണുപ്പായി അല്ലേ? പക്ഷെ ചൂടുവെള്ളം ഉണ്ടായിരുന്നു റൂമില്. പക്ഷെ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് പക്ഷെ ഇപ്പൊ തണുക്കുന്നു. ഇവള് പുറത്തല്ലേ. ലത്തീഫ് ആശ, നമ്മുടെ റിസോർട്ടിൽ ലൈഫൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. ലത്തീഫ് ചേട്ടൻ അടിപൊളി. ഇതാണ് നമുക്ക് ഇവിടെ സർവീസ് ഒക്കെ തന്ന ചേട്ടൻ. ഇതാണ് ലത്തീഫ് എന്നാണ് പേര്. ചേട്ടാ അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. എല്ലാം പറഞ്ഞു തരും. എല്ലാം പറഞ്ഞാൽ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. നല്ലോണം അറിയാം. ഇവിടെയുള്ള ചേട്ടൻ തന്നെ. അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കി നമുക്ക് സെർവ് ചെയ്ത് തരുന്നു. നല്ല അടിപൊളി നല്ല തലശ്ശേരി ബിരിയാണിയും എല്ലാം അടിപൊളിയാക്കി തന്നു. നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ വന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളും നല്ല സ്വഭാവമാണ്, നല്ല ആളുകളാണ്. ചേട്ടനൊക്കെ നല്ല ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി തന്നു നൈറ്റ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇന്നലത്തെ നൈറ്റിലെ. അപ്പോൾ ഞങ്ങൾ ഇനി വെക്കേഷനൊക്കെ വരുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വരാൻ നോക്കാം കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ താങ്ക് യു. ആശ, നമ്മൾ അവിടെ പോയി നമ്മളിന്ന് സ്കൈനസിൽ പോവാ. സ്കൈനസ് സ്ഥലത്ത് ക്യാരവാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ക്യാരവാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഞങ്ങളൊരു 2 ദിവസത്തെ സ്കൈനസിലെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സ്കൂളുള്ളത് കൊണ്ട് ഒരു വൈകുന്നേരമാണ് ഇവിടുന്ന് പോകുന്നത്. വൈകുന്നേരം പോയി ഞങ്ങൾ ഈ കാണുന്ന ക്യാരവാൻ സ്റ്റേയിൽ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം പോയിട്ട് സ്റ്റേ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാനിങ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടെ ഒരു സീൽ സാങ്ച്വറി അക്വേറിയം ഇതുണ്ട്, പാർക്കുണ്ട്. അവിടെ പോയി സീലുകളൊക്കെ ഒന്ന് കാണണം. അവിടെ വേറെ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഒന്ന് പിള്ളേരെ കാണിക്കാൻ വേണ്ടി ഒക്കെയാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പം നിങ്ങളെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ. സീല് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു. നല്ലൊരു കണ്ടു നോക്കേ. So Scarlett is 5 years old and she's smaller than the rest of the females here in the pool, so she does have a very distinctive different first. And then lastly we move on to our youngest in the pool, and that is Albie, who is just down here. So Albie is almost a couple of years old, so he will turn 2 in August, but he does look a little different to everyone else, and that's because he is an albino seal. So that's all our seals we have here at the sanctuary. Now here in Natureland we like to do a thing with our seals known as husbandry training, and all this training is purely voluntary, so we don't force our seals into doing anything that they don't want to. So if one day they don't feel like getting involved, they absolutely don't have to. And not take part. But this training means you get a nice, you can start to do health checks with them, just to make sure that they're perfectly fine. So Pixie's going to come over here and she's just going to give me a nice little touch. Much. So these touches are the basis of all the training that we do. But first we need to get a nice look into their eyes, but then move on to do different training techniques as well. Now on the end of their flippers you may notice they do have some nice sharp long claws. Now out in the wild they'll be using these claws as a form of protection, so when the seals does get a little too close to them, they can use those claws just to scratch them to tell them to go away. You're getting a little too close. And then also if you catch a really big fish, they can use those claws just to rip it apart, so it's a lot more manageable for them to eat. Now here in the sanctuary we do actually have 2 frequent mothers, and that is Victoria, who's just at the back over there, and then Pixie, who is just in the middle here. But when they are pregnant we get them to jump out, we get them to roll over, and this is so we can feel the bump, just so we do a check on pup ourselves. But they're also used to desensitise the region, so it gets that medicine just to give them ultrasound. But here in Natureland we like to supply our seals with a wide varied diet, just like they would do out in the wild. So on the menu today we have 2 types of fish. We have herring, which is the main one fish I've been throwing around. But some of the days we can supplement it with more fish into their diet and give them stuff like
ഈ കാണുന്നതാണ് കേട്ടോ സീലിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. സീലിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പം നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് അവർ പറഞ്ഞു തരും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ നമുക്ക് അനൗൺസ് ചെയ്ത് തരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി അവർ വരുമ്പോൾ നമുക്ക് ഓരോന്നിനെക്കുറിച്ചും അതിന് പേരടക്കം അവരിപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ അവർ. സൂക്ഷിക്കണം. അത് പോയി കിട്ടിയില്ല. ഇതിന് കിട്ടുന്നില്ലൊന്നും. ഇത് ഇടിയാ, ഇത് ഇടിയാ. നമ്മളെ പോലെ വേണമെന്നൊന്നും ഒരു ഇടി ഉണ്ടാക്കിയാൽ മതി. കയ്യും കൊണ്ട് എടുക്കുന്നുണ്ട്. ഒരു So that is all we've finished on. If you do have any questions, you're more than welcome to come and ask me afterwards. We'll talk about walking around the contract. But thank you very much for listening, and I hope you enjoyed. So here in the UK, we're very lucky because we have two native species of seals. We have our harbour seals, which is like the little one who's just on the right here, and then we also have the very pale one who's just upside down now. And you'll notice they do tend to be a little bit smaller than our other species. They do have a shorter muzzle, and also they do have V-shaped nostrils as well. And then on the other side, we have our grey seals, which is like the trio that's pretty common that we have. And you'll notice they do tend to be a little bit bigger than our harbour seals. They do have a longer muzzle, and then also the nostrils are placed further apart as well. But for the first 4 weeks of their lives, these frogs will be Oh, his big one's coming sailing now. Look at him. കയ്യിൽ ഫുഡ് Thank you. അറിയാൻ പാവം. തിരുവനന്തപുരത്ത് അനകൊണ്ടുണ്ട്. എന്റെ കുഞ്ഞാണ് കോർണറിൽ നടക്കണല്ലേ പടം പൊടിച്ചിട്ടേക്കണം. പടം പൊഴിച്ചിട്ടേക്കണ. ഇത് ഏത് രാജ്യത്തുള്ള അമേരിക്ക? ഉറഞ്ഞില്ല. മഞ്ഞ കളറുള്ള മഞ്ഞ കളർ സ്ഥലങ്ങളാവുന്ന നമ്മൾ സീലുകളൊക്കെ കണ്ടതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെ ഒരു പ്രഷർ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഒരു ബീച്ചൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സാൻഡ് ബീച്ചാണ്. നല്ലൊരു ബീച്ച് തന്നെയായിരുന്നു അത്. അവിടെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിള്ളേർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ് കേട്ടോ അത്. അങ്ങനെ നേരെ ഞങ്ങൾ ആ ബീച്ചിലോട്ടാണ് പോയത്. നിങ്ങൾ ആ ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ ഞാനിവിടെ കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്ക്. അങ്ങനെ ഞങ്ങൾ ഡേ 1 ഞങ്ങളുടെ സ്കെഗ്നസിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. നാളത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ബഡ്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നാളെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരു 1 ഡേ ഫുള്ള് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കാഴ്ചയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങളുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ചാറ്റൽ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ ക്യൂ നിന്ന് ഞങ്ങൾ ബഡ്ലൈൻ്റെ ഉള്ളിലോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് റൈഡുകളുണ്ട്, പിന്നെ വാട്ടർ തീം പാർക്കുണ്ട്. പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഒരു 1 ഡേ ഫുള്ള് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വീക്കെൻഡിൽ അഡൾട്ടിന് 19 പൗണ്ടും ചിൽഡ്രൻസിന് 1 പൗണ്ട് മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. 1 ഡേ മൊത്തം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ട്. കാരണം സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഉള്ള പ്രത്യേകം സ്വിമ്മിംഗ് പൂള്, അഡൾട്ടിന് അങ്ങനെ കുറേ സ്വിമ്മിംഗ് പൂൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പ്രായഭേദമന്യേ നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും പോസ്റ്റ് കോഡും കാര്യങ്ങളും കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്തോളുക. അപ്പോൾ 2 ദിവസത്തെ ഒരു സ്കെഗ്നസ് യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ഒരു പറ്റിയ സ്പോട്ടാണിത്. അപ്പോൾ എല്ലാവരും പരമാവധി വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.